നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സ്വന്തം മക്കൾ അള്ളാഹിനോട് പറയും, ചെമ്പിന്റെ തറയിൽ നിന്നെന്റെ കാല് പൊള്ളുന്നു പടച്ചവനെ, എന്റെ ഉമ്മാനെ ഒന്ന് മരത്തി കിടത്തിട്ടാ അള്ളാഹ്, ഞാൻ നെഞ്ചത്ത് കയറി നിൽക്കില്ല, എനിക്ക് വയ്യറപ്പേ. എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കിടത്തി തന്നാൽ ഞാൻ നെഞ്ചത്തിന്റെ കയറി നിൽക്കാം, എന്റെ കാല് പൊള്ളുന്നുറപ്പ് എനിക്ക് പറ്റൂല. സ്വന്തം മക്കൾ പറയും. നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കൾ അള്ളാഹിനോട് പറയും, പടച്ചവനെ അള്ളാഹുവേ, എന്റെ ഉപ്പാന്റെ നന്മ മുഴുവനും എനിക്ക് താവുക, എന്റെ പാപം മുഴുവനും എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെക്ക്, എനിക്ക് സ്വർഗം താ, ഉപ്പാനെ വേണ്ടി നരകത്തിലിറങ്ങി എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അന്ന് ആരാരും സഹായിക്കാനില്ലാതെ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കടന്ന് യാചിക്കുന്ന നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഹാഫിളീങ്ങളുടെ ഉപ്പമാരാകുക, ഹാഫിളീങ്ങളുടെ ഉമ്മമാരാകുക. നിങ്ങൾ വാപ്പാക്ക് പൈസ കൊടുക്കാൻ പാടില്ല, തെറ്റിയോ? നിങ്ങളെ വരുമാനമൊക്കെ നിങ്ങളെ വാപ്പാനല്ലേ. അപ്പൊ നിങ്ങളെ വാപ്പെടുത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ശരിക്ക് മകൻ ശരിക്ക് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഗൾഫിൽ വന്ന പെട്ടി ഉണ്ടാവില്ലേ, ആ പെട്ടി ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാപ്പാന്ന് പറയരുത്, ഓരങ്ങോട്ട് വിളിക്കും, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ തോളിയെന്ന് പറയണം. അതാണ് ശരിക്കും യഥാർത്ഥ സ്നേഹം. പക്ഷെ അവിടെ ഒരു മാന്യത കാണിക്കണം. എന്നാ ഇത് നിങ്ങൾക്ക് വേണം. ചില പിള്ളേർക്ക് സ്വഭാവമുണ്ട്, എത്ര ഉണ്ടെങ്കിലും ശരി കെട്ടിച്ചു വിട്ട പെൺകുട്ടികളിൽ അവർക്ക് ഇങ്ങനെ കൊടുത്തേക്കും, അവിടെ നിനക്കാളും വലുതുണ്ടാവും, അതൊന്നും നോക്കൂല. അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ വേറെ രസമുണ്ട്, പിന്നെ അത് ജമാൽ പട്ടിക്കാടിനുള്ള ഒരു കിറ്റ് ഉണ്ടാവും. ജമാൽ പട്ടിക്കാടിനുള്ള ഒരു ആളുണ്ടാവില്ല, അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അത് വാപ്പാർക്ക് ഒരാൾ കളി, ആ കളി നടക്കൂല. ഇനി ജമാൽ പട്ടിക്കാട് അല്ലെങ്കിൽ ആ ചപ്പ എന്റെ സുഹൃത്ത് ജപ്പാറിനുള്ളതാണ് പറയും. ഇതെടുക്കാൻ മാറ്റി കള്ളി പൊളിക്കാൻ. നിങ്ങൾ ജോലി കിട്ടും, മര്യാദയ്ക്ക് നിസ്കരിച്ചാൽ റിസ്ക് കിട്ടും. ആരോഗ്യത്തിന് അല്ലാഹു സംരക്ഷണം നൽകും നിസ്കരിക്കുമ്പോൾ. പ്രയാസങ്ങളെ അത് തട്ടിമാറ്റും. രോഗങ്ങളെ അത് അകറ്റി നിർത്തും. ഹൃദയത്തിന് ശക്തി നൽകും. മുഖത്തിനത് പ്രകാശം നൽകും. മനസ്സിന് സന്തോഷം നൽകും നിസ്കാരം. മടി ഇല്ലാതെയാവും. നിസ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക്, കൈകാലുകൾക്ക് ഉന്മേഷമുണ്ടാകും. മനുഷ്യന്റെ കഴിവുകളെ അത് പരിപോഷിപ്പിക്കും. ഹൃദയത്തിന് വിശാലത ഉണ്ടാകും. അത് ആത്മാവിന് പോഷണം നൽകും. ഹൃദയത്തിന് വെളിച്ചം നൽകും. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ അത് നിലനിർത്തി തരും. അള്ളാഹുവിന്റെ ശിക്ഷയെ അത് തട്ടിമാറ്റും. ബറക്കത്തിനെ കൊണ്ടുവരും. പിശാചിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും. അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും. ഇതാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ മഹത്വമുണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല.